പിമ്പിൾസ് ഉള്ള സമയത്ത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതാണോ നല്ലത് അതോ ക്ലെൻസർ യൂസ് ചെയ്യുന്നതാണോ നല്ലത്? ഷാദിയ ഫേസ് വാഷും ക്ലെൻസറൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോ? ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്, ക്ലെൻസർ ഉപയോഗിച്ചിട്ടില്ല. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അല്ലേ? അപ്പോൾ ഈ ഫേസ് വാഷ് എങ്ങനെ ഇരിക്കുന്നത്? അത് പതയ്ക്കൂലേ കഴുകുമ്പോൾ? പതയ്ക്കും. അത് നന്നായിട്ട് പതയ്ക്കും അല്ലേ? അപ്പോൾ അതെന്താണ്, നമ്മുടെ സ്കിന്നിലുള്ള ഡേർട്ടിനെയൊക്കെ കളയും. അതുമായിട്ട് ഡീപ്പ് ക്ലെൻസിങ് എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പോർസ് ഉണ്ട്, ചെറിയ ഹോൾസ് ഉണ്ട് എന്നൊക്കെ. നമ്മുടെ ആ രോമത്തിൻ്റെ ആ ചെറിയ കുഴികളില്ലേ, അതിനെയൊക്കെ താഴെ മുതലേ ക്ലീനാക്കി കൊണ്ടുവരാൻ എന്തിനു പറ്റും? നമ്മുടെ ഫേസ് വാഷിന് പറ്റും. എന്നിട്ടും എല്ലാ ഓയിലും ഡേർട്ടൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ ആർക്ക് പറ്റും? ഫേസ് വാഷിന് പറ്റും. ഫേസ് വാഷ് പൊതുവേ കുറച്ച് പതയ്ക്കുന്ന ഫോമിങ് ടൈപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഓയിലി ആയിട്ടുള്ള, അതുപോലെ മോക്കുരുള്ള തൊലിക്ക് എപ്പോഴും നല്ലത് ഫേസ് വാഷാണ്. ഇനി അതേ സമയത്ത് ഇനി ക്ലെൻസർ എടുക്കുക. അതത്ര ഫോമിങ് ആയിരിക്കില്ല, വലിയ പതയൊന്നും ഉണ്ടാവില്ല. മിക്കവാറും ഇതിൽ സൾഫേറ്റ് ഫ്രീ, പാരാബൻ ഫ്രീ എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് സ്കിന്നിനെ ക്ലീൻ ചെയ്യും, പക്ഷെ ഒന്നും കൂടെ സൂപ്പർഫിഷ്യൽ, അതായത് സ്കിന്നിൻ്റെ ഏറ്റവും മേലേ ലെയറിലുള്ള ഡേർട്ടിനെയും ഓയിലിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഈ രോമത്തിൻ്റെ ഉൾവശത്തുണ്ടല്ലോ ഹോള്, അതിനെ ഒന്നും ക്ലീൻ ചെയ്യാൻ ക്ലെൻസറിന് പറ്റൂല. അതുകൊണ്ട് എന്താണ്, കുറച്ചൊരു ഡ്രൈ ടൈപ്പ് ഓഫ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് എന്താ നല്ലത്? ക്ലെൻസറാണ് നല്ലത്. അതേ സമയത്ത് കൂടുതൽ ഓയിലി ആയിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്.